തമിഴ്നാടിന്റെ ക്ഷേത്ര നഗരം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുംഭകോണം. തഞ്ചാവൂർ ജില്ലയിൽ കാവേരി നദിക്കും അർസലർ നദിക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഈ പട്ടണം പുരാതനവും ആധുനികവുമായ ക്ഷേത്രങ്ങൾ കൊണ്ട് സമ്പന്നമാണ്. കുംഭകോണം നഗരസഭയുടെ പരിധിയിൽ മാത്രമായി 180-ലധികം ക്ഷേത്രങ്ങളുണ്ട് എന്നറിയുമ്പോഴാണ് ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെ വ്യാപ്തി നമുക്ക് മനസ്സിലാവുക. ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ ഒട്ടേറെ ക്ഷേത്രങ്ങൾ ഈ കുഞ്ഞു നഗരത്തിനുള്ളിലുണ്ട്. നാഗേശ്വര സ്വാമി ക്ഷേത്രം, ആദികുംഭേശ്വർ ക്ഷേത്രം, കാശി വിശ്വനാഥർ ക്ഷേത്രം, സാരംഗപാണി ക്ഷേത്രം, ദേനുപുരീശ്വർ ക്ഷേത്രം, ഒപ്പിലിയാപ്പൻ കോവിൽ, സ്വാമിമലൈ മുരുകൻ ക്ഷേത്രം, ഐരാവതേശ്വർ ക്ഷേത്രം തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ. കുംഭകോണ യാത്രയിൽ ഒരിക്കലും വിട്ടുപോകാതെ പോയിരിക്കേണ്ട ഇടമാണ് സാരംഗപാണി ക്ഷേത്രം. തമിഴ്നാട്ടിലെ കുംഭകോണത്തുള്ള സാരംഗപാണി ക്ഷേത്രം വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്ന ഏറ്റവും പഴക്കമേറിയതും ആദരണീയവുമായ ക്ഷേത്രങ്ങളിലൊന്നാണ്. ഈ ക്ഷേത്രത്തിന് ചരിത്രപരവും ആത്മീയവുമായ പ്രാധാന്യമുണ്ട് എന്നത് കൂടാതെ വിഷ്ണു ഭക്തരുടെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രവുമാണ് ഈ ക്ഷേത്രം. സാരംഗപാണി ക്ഷേത്രത്തിന്റെ ചരിത്രപരവും ആത്മീയവുമായി പ്രാധാന്യമുള്ള ചില പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കാൻ ശ്രമിക്കാം. 12ാം നൂറ്റാണ്ടിൽ ചോള രാജവംശത്തിന്റെ കാലത്താണ് സാരംഗപാണി ക്ഷേത്രം നിർമ്മിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. നൂറ്റാണ്ടുകളായി ക്ഷേത്രം പുതുക്കിപ്പണിയുകയും വികസിപ്പിക്കുകയും ചെയ്തതോടെ ഇപ്പോൾ നിരവധി ആരാധനാലയങ്ങളും മണ്ഡപങ്ങളുമുള്ള ഒരു വിശാലമായ സമുച്ചയമാണിത്. ശില്പകലയുടെ വൈവിധ്യങ്ങളുമായി ആകാശത്തോളം തലയുയർത്തി നിൽക്കുന്ന ഗോപുരങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. പല്ലവ രാജാക്കന്മാർ നിർമ്മിച്ച ഈ ക്ഷേത്രം പിന്നീട് വന്ന ഒട്ടേറെ രാജാക്കന്മാർ കൈയടക്കി വെച്ച ചരിത്രവുമുണ്ട്. വിജയനഗര രാജാക്കന്മാരും ചോളന്മാരും പാണ്ഡ്യന്മാരും ഒക്കെ ഇവിടെ ഭരിച്ചിരുന്നുവെന്നും ക്ഷേത്രത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നുവെന്നതിനും ധാരാളം തെളിവുകളുണ്ട്. ആ കാലഘട്ടത്തിലെ കരകൗശല വിദഗ്ധരുടെ കഴിവുകൾ പ്രകടമാക്കുന്ന സങ്കീർണമായ കൊത്തുപണികളും ശില്പങ്ങളുമുള്ള സാരംഗപാണി ക്ഷേത്രം ഒരു വാസ്തുവിദ്യാ വിസ്മയമാണ്. ഉയർന്നു നിൽക്കുന്ന ഗോപുരവും അതിമനോഹരമായ കൊത്തുപണികളാൽ അലങ്കരിച്ച നിരവധി മണ്ഡപങ്ങളും നിറഞ്ഞ ദ്രാവിഡ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് ഈ ക്ഷേത്രം. കലയുടെയും വാസ്തുവിദ്യയുടെയും വലിയ രക്ഷാധികാരികളായിരുന്നു ചോള രാജാക്കന്മാർ. അവർ സാരംഗപാണി ക്ഷേത്രത്തിന്റെ വികസനത്തിന് ഗണ്യമായ സംഭാവനകൾ നൽകി. പല ഭരണാധികാരികളും ക്ഷേത്രത്തിന് ഉദാരമായ സംഭാവനകൾ നൽകുകയും നിരവധി പുനരുദ്ധാരണങ്ങളും വിപുലീകരണങ്ങളും നടത്തുകയും ചെയ്തു. ഹിന്ദു വിശ്വാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവന്മാരിൽ ഒരാളായ വിഷ്ണുവിന് സമർപ്പിക്കപ്പെട്ടതാണ് സാരംഗപാണി ക്ഷേത്രം. മഹാവിഷ്ണു പ്രപഞ്ചത്തിന്റെ സംരക്ഷകനാണെന്ന് വിശ്വസിക്കപ്പെടുന്നതിനാൽ അദ്ദേഹത്തിന്റെ ഭക്തർ സംരക്ഷണത്തിനും സമൃദ്ധിക്കും വേണ്ടി വിഷ്ണുവിനെ ഈ ക്ഷേത്രത്തിൽ ആരാധിച്ചു പോരുന്നു. ശില്പവിദ്യകളുടെയും കൊത്തുപണികളുടെയും കാര്യത്തിൽ വിസ്മയങ്ങളാണ് ഈ ക്ഷേത്രം ഒരുക്കിയിരിക്കുന്നത്. ക്ഷേത്ര ഗോപുരത്തിനുള്ളിൽ ഭരതനാട്യത്തിലെ 108 നടനങ്ങൾ അതിസൂക്ഷ്മമായാണ് കൊത്തിവെച്ചിരിക്കുന്നത്. ഇതുകൂടാതെ വ്യത്യസ്തമായ നിരവധി കൊത്തുപണികളും ഇവിടെയെങ്ങും നമുക്ക് കാണാൻ സാധിക്കും. വർഷം മുഴുവൻ നടക്കുന്ന വിപുലമായ ആചാരങ്ങൾക്കും ഉത്സവങ്ങൾക്കും പേരുകേട്ടതാണ് സാരംഗപാണി ക്ഷേത്രം. വൈകുണ്ഠ ഏകാദശി, ബ്രഹ്മോത്സവം, ഗരുഡസേവ എന്നിവ ഈ ക്ഷേത്രത്തിൽ ആഘോഷിക്കപ്പെടുന്ന പ്രധാന ഉത്സവങ്ങളിൽ ചിലതാണ്. രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും ആയിരക്കണക്കിന് ഭക്തരെ ആകർഷിക്കുന്ന ഈ ഉത്സവങ്ങൾ ഈ പ്രദേശത്തിന്റെ ആത്മീയ സാംസ്കാരിക പൈതൃകത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. കുംഭകോണത്ത് 12 വർഷത്തിലൊരിക്കൽ കൊണ്ടാടുന്ന അതിഗംഭീരമായ ക്ഷേത്രോത്സവമാണ് മഹാമഹം എന്നത്. മഹാമഹം ദിവസത്തിൽ ഇവിടുത്തെ ക്ഷേത്രകുളത്തിൽ മുങ്ങി നിവരുന്നത് വിശുദ്ധമായ കാര്യമായാണ് അറിയപ്പെടുന്നത്. ഏറ്റവും അവസാനമായി ഇവിടെ മഹാമഹം നടന്ന 2016-ൽ 10 ലക്ഷത്തിലധികം ആളുകളാണ് ആഘോഷത്തിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിയത് എന്നതിൽ നിന്നും ഇതിന്റെ പ്രാധാന്യം നമുക്ക് ഊഹിക്കാൻ കഴിയും. തമിഴ്നാടിന്റെ സമ്പന്നമായ സാംസ്കാരികവും മതപരവുമായ പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു പ്രധാന ചരിത്രപരവും ആത്മീയവുമായ സ്ഥലമാണ് സാരംഗപാണി ക്ഷേത്രം. സാരംഗപാണി ക്ഷേത്രത്തിന്റെ പുരാതന ചരിത്രവും സങ്കീർണമായ വാസ്തുവിദ്യയും ആത്മീയ പ്രാധാന്യവും ഇന്ത്യയുടെ ആത്മീയവും സാംസ്കാരികവുമായ നിധികൾ പരിവേഷണം ചെയ്യാൻ താല്പര്യമുള്ള ഏതൊരാൾക്കും തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലമാക്കി മാറ്റുന്നു.